ഗൈസ്, അപ്പോൾ ഇന്നൊരു മോർണിംഗ് സ്റ്റഡി റുട്ടീനാണ്. രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഞാൻ കുറച്ച് പ്രൊഡക്റ്റീവ് ആവാമെന്ന് വിചാരിച്ചിട്ട് പഠിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ മൈക്രോ എക്കണോമിക്സിലെ ചാപ്റ്റർ 1ൻ്റെ കുറച്ച് ലെക്ചർ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അത് ബാക്കി കേൾക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ എനിക്ക് ഈ ഒരു ബാഡ്ജ് ഇന്നലെ കിട്ടിയതാണ്. ഇന്നലെ ആയിരുന്നു ഞങ്ങളുടെ സ്കൂളിലെ യൂണിവേഴ്സ് ടീച്ചർ സെറമണി. അപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഇട്ടുകൊണ്ടിരുന്ന ബാഡ്ജ് ഞങ്ങളുടെ പഴയ സീനിയേഴ്സ് യൂസ് ചെയ്തിരുന്ന ബാഡ്ജായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ 2 പഴയ ബാഡ്ജായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് രണ്ടും ബോയ്സിൻ്റെ ആയിരുന്നു. ഒരെണ്ണത്തിനകത്ത് BOY ബോയ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു, ഒരെണ്ണത്തിനകത്ത് B മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ വെച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ബോയ്സിൻ്റെ ബാഡ്ജ് വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അതാണ് റീസൺ. ഞങ്ങൾക്ക് പഴയ ബാഡ്ജ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സെറമണി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് പുതിയ ബാഡ്ജ് കിട്ടി. അപ്പോൾ അതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ട പുതിയ ബാഡ്ജ്. അപ്പോൾ ഏതായാലും ഞാൻ ടു ഡു ലിസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നോക്കിയിട്ട് അതിനനുസരിച്ചൊക്കെ പഠിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ രാവിലെ ഞാൻ എപ്പോൾ ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്താലും ഞാൻ കുറച്ച് എക്സ്ട്രാ ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. കാരണം എനിക്ക് ഒരിക്കലും ആ ടു ഡു ലിസ്റ്റുള്ള കാര്യങ്ങളൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല. എപ്പോഴും ഒരു പകുതിയോളം വല്ലതും കംപ്ലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു പകുതി കംപ്ലീറ്റ് ചെയ്യും. ഇങ്ങനെയായിരിക്കും എപ്പോഴും ചെയ്യുന്നത്. അപ്പം ഞാൻ കുറച്ച് കൂടുതൽ എഴുതി വയ്ക്കും. അപ്പോൾ എനിക്ക് അത്യാവശ്യം കുറച്ചും കൂടെ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് ക്ലാസ് കേൾക്കുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് ഓപ്പേഴ്സിൻ്റെ ക്ലാസ്സാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാച്ചിൻ്റെ കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കേട്ടിട്ടില്ലെങ്കിൽ എന്തായാലും പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ക്ലാസ്സിന് ഏകദേശം കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് നോട്ടും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ നോട്ട്സിൽ ഹൈലൈറ്റേഴ്സൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ, അത് കുഴപ്പമുണ്ടോ എന്നൊക്കെ. ഞങ്ങളുടെ ക്ലാസ് വർക്കിലൊക്കെ ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്താലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഞാനങ്ങനെ ഇടയ്ക്കെങ്ങാണ് ഉപയോഗിക്കും, ഇടയ്ക്കും മറിക്കും വല്ലതും ഉപയോഗിച്ചാലായി. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവർ നല്ലപോലെ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഞങ്ങൾ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നോട്ട്സ് പ്രസൻറ്റബിൾ ആയിരിക്കണം, അത് പിന്നെ വായിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വലിയ അങ്ങനെ ഹൈലൈറ്റർ ഉപയോഗിക്കാൻ പാടില്ല, അത് ഉപയോഗിക്കാൻ പാടില്ല, ഇത് ഉപയോഗിക്കണം, അങ്ങനത്തെ റൂൾസും കാര്യങ്ങളൊന്നും ഞങ്ങൾക്കില്ല. എന്തായാലും കുഴപ്പമില്ല. പ്രസൻറ്റബിൾ ആയിട്ട് നോട്ട്സ് എഴുതുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലതെന്നാണ് ഞങ്ങൾ ടീച്ചേഴ്സ് പറയുന്നത്. മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിന് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ഗൈഡും കൂടെ റെഫർ ചെയ്തിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അതും കൂടെ റെഫർ ചെയ്താലേ ഒന്ന് മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഞാൻ ഗൈഡും കൂടി ഒന്ന് റെഫർ ചെയ്ത് നോക്കും. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഈ ക്ലാസ്സിലെടുക്കുന്നതെല്ലാം ഈ ഗൈഡിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം സെയിം സാധനങ്ങൾ തന്നെ നമുക്ക് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻഡ് ആയിട്ട് ആ ഗൈഡിലുള്ള കാര്യങ്ങൾ തന്നെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കാണുന്നപ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഈ നോട്ട്സ് എഴുതുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അല്ലെങ്കിൽ സോണോ ടൈപ്പോ അല്ലെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലുമൊക്കെ ശ്രദ്ധിച്ചിരിക്കും. ഇപ്പോൾ ഈ നോട്ട് ഇന്ന് സൈഡ് ബൈ സൈഡ് തന്നെ എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ അതിലുണ്ടാവും. അതുകൊണ്ടുകൂടാണ് നോട്ട് എഴുതുന്നത്. അപ്പോൾ നോട്ട് എഴുതുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവുകയും ചെയ്യില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എഴുതുന്നത്. അത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു വേ ആണ്. ഞാൻ എവിടെയും ശ്രദ്ധ ഒന്നും വിട്ടു പോകത്തൊന്നുമില്ല. ഞാൻ അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ സോണോ ടൈപ്പ് പോകുന്ന ഒരാളാണ്. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നവും അതാണ്. ഞാൻ വേറെ എവിടെയെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ മന്ദിച്ചങ്ങ് ഇരിക്കും. ഞാൻ ഇവിടെയെങ്ങും ആയിരിക്കില്ല. അപ്പം അതും കൂടെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതുകയും കൂടെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ എഴുതും. നമ്മുടെ ഫോക്കസ് മൊത്തം ഈ ഒരു ലെക്ചറിൽ തന്നെ ആയിരിക്കും. ഈ രാവിലെ എഴുന്നേറ്റുള്ള ഈ ഒരു പഠിത്തം മാത്രം അന്നത്തെ ദിവസം നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് വൈകുന്നേരം പഠിക്കാൻ ഒട്ടും മൂടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു താല്പര്യമില്ലാണ്ട് ഇരുന്ന് പഠിക്കാൻ നിൽക്കുകയാണെങ്കിൽ എനിക്കൊന്നും മനസ്സിലാകത്തുമില്ല. അത്രയും ടൈം വെറുതെ വേസ്റ്റ് ആവുകയും ചെയ്യും. അപ്പം ഞാൻ ഇരുന്നിട്ട് ബുക്കും കാര്യങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. വേറെ എന്തെങ്കിലും ബ്രേക്ക് എൻ്റെ സ്ക്രീൻ ടൈം കുറയ്ക്കാനായിട്ട് എനിക്ക് കുറേ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ബുക്സ് റീഡിങ് കുറച്ച് കൂട്ടിയിട്ടുണ്ട് ഞാൻ. കണ്ണിന് രണ്ടും അത്യാവശ്യം സ്ട്രെയിൻ കൊടുക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ എന്നാലും സ്ക്രീൻ ടൈമിനെക്കാട്ടും എന്തുകൊണ്ടും ബെറ്റർ ബുക്ക് വായിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് ഞാൻ ബുക്കിലേക്ക് കുറച്ചും കൂടെ ഫോക്കസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ഇങ്ങനെ മനസ്സിൽ വായിച്ചുകൊണ്ടൊക്കെയാണ് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കുറച്ച് ലൗഡായിട്ട് സംസാരിച്ചുകൊണ്ടാണ് വായിക്കുന്നത്. കാരണം എൻ്റെ റീഡിങ് ഭയങ്കര സ്ലോ ആയിട്ടാണ് ഞാൻ വായിച്ചു വിടുന്നത്. പിന്നെ ചില സമയത്തൊന്നും ഇങ്ങനെ പതറിപ്പോവും. ഇങ്ങനെ പ്രോപ്പറായിട്ട് സംസാരിക്കാൻ പ്രോപ്പറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വായിച്ചു പോകാൻ പറ്റാറില്ല. അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ ലൗഡായിട്ട് ഇങ്ങനെ വായിച്ച് ഒന്ന് ശീലമാക്കാൻ നോക്കുന്നത്. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷിലെ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ വായിക്കുന്ന സമയത്ത് ഇപ്പോൾ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ പറയുകയാണെങ്കിലൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പതറിപ്പോകാറുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റക്കായി പോകാറുണ്ട്. എന്തെങ്കിലുമൊക്കെ ഗ്ലിച്ച് വരുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെക്നിക്ക് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, പിന്നെയും നല്ല ഭേദമായിട്ടുണ്ട്, പിന്നെയും കുഴപ്പമില്ലാണ്ടാവുന്നുണ്ട്. പിന്നെ ഈ ഒരു ചാപ്റ്റർ എനിക്ക് ആദ്യം വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് സംഭവം മനസ്സിലായി എന്താ ഈ ചാപ്റ്ററിലുള്ളതെന്ന്. അപ്പം ഈ മൈക്രോ എക്കണോമിക്സ് ടെക്സ്റ്റ് ബുക്ക് എപ്പോൾ തുടങ്ങിയിട്ടുണ്ടോ ആ സമയത്തൊന്നും എനിക്ക് പ്രോപ്പറായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല.
അതുകൊണ്ട് തന്നെ മിക്ക കാര്യങ്ങളും എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഫ്ലോയിലാണ് ടെക്സ്റ്റ് ബുക്ക് മൊത്തം പോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ കണക്റ്റഡ് ആണ്. അപ്പോൾ ഒന്ന് മനസ്സിലായില്ലെങ്കിൽ മറ്റൊന്ന് മനസ്സിലാകാൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം ചാപ്റ്റർ 1 തൊട്ട് ഇങ്ങനെ തുടങ്ങുന്നതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ടെല്ലാം മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഈ കംപ്ലീറ്റ് ആയ കാര്യങ്ങളൊക്കെ ആട്ടോ ടിക്ക് ഇട്ട് വെച്ചേക്കുന്നത്. ഇപ്പോഴൊക്കെ ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്താലും എനിക്ക് ഒരുമിച്ചൊന്നും ഈ സാധനങ്ങൾ ഒരു ദിവസത്തിൽ തന്നെ എനിക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല. ബോർഡ് എക്സാം സമയത്ത് നടന്നിട്ടുണ്ട്, പക്ഷെ അല്ലാണ്ടൊന്നും എനിക്ക് ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല. അതെൻ്റെ മടി കൊണ്ടും പിന്നെ താല്പര്യക്കുറവ് കൊണ്ടും ഇതൊക്കെ കൊണ്ടാണ്. ഇങ്ങനത്തെ കുറേ സിലി റീസൺസ് കാരണമൊക്കെയാണ് എനിക്ക് പറ്റാത്തത്. ഞാൻ ഒന്നും മനസ്സിലെത്തി വിചാരിക്കുകയാണെങ്കിൽ നടക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ എൻ്റെ മടി അത് സമ്മതിക്കാറില്ല. പക്ഷെ പിന്നെ ഞാനത് ഇപ്പോൾ മാറ്റിയെടുത്തിട്ടുണ്ട് അത്യാവശ്യം. അപ്പോൾ രാത്രി വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.